ഒരു ബാലൻസും രണ്ട് ടെയിലും, അതായത് രണ്ട് ഇംബാലൻസ്. ഇത് ബാലൻസ്, ഇവിടെ ഇംബാലൻസ്, അതേപോലെ ഇവിടെയും ഇംബാലൻസ്. ഓക്കെ, അങ്ങനെ രണ്ട് ഇൻബാലൻസുകൾ നമുക്ക് ഒരു ബാലൻസ് ഇരിക്കുന്ന കൂടെ ഓൺ ഡേയിൽ കിട്ടുകയാണ്. അല്ലെങ്കിൽ ഒരു ബൈയിങ് ടെയിലും ഉണ്ട്, ബൈയിങ് ടെയിൽ, അതേപോലെ ഒരു സെല്ലിംഗ് ടെയിൽ. ഈ രണ്ട് കാര്യങ്ങളും ഒരു ദിവസത്തെ പ്രൊഫൈലിൽ വരികയാണെങ്കിൽ അതിൽ 5 TP വന്നു കഴിഞ്ഞാൽ ഏറ്റവും നന്നായിരിക്കും രണ്ട് സൈഡിൽ. നമുക്ക് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന ബൈയിങ് ടെയിലോ അല്ലെങ്കിൽ ഇൻബാലൻസ് എന്ന് പറയുന്നിടത്ത് നമ്മൾ ഓർഡർ ഫ്ലോയ്ക്കിൽ പഠിച്ച ഏതെങ്കിലും ഒരു റിജക്ഷൻ കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ, മോർണിംഗിൽ കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും, മോർണിംഗിൽ കിട്ടിയാൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടുത്ത ടാർഗറ്റ് തന്നെ അടുത്ത ഇൻബാലൻസ് ഏരിയയിലോട്ടായിരിക്കും. ഇപ്പോൾ ബൈയറിൻ്റെ സൈഡിലേക്ക് പോകുന്നിടത്താണ് നമുക്കൊരു റിവേഴ്സ് മെത്തേഡ് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ സെല്ലിൻ്റെ ഇൻബാലൻസ് സൈഡിലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ അടുത്ത മൂവ്മെൻറ്റം എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യുന്ന അങ്ങോട്ടായിരിക്കും. സിമിലർലി നമുക്ക് സെല്ലിംഗ് ടെയിലാണ് നമുക്കൊരു ഓർഡർ ഫ്ലോ ഉപയോഗിച്ചിട്ട് മോർണിംഗിലാണ് ഏറ്റവും നന്നായി മോർണിംഗിൽ നമുക്കൊരു റിജക്ഷൻ കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ബൈയിങ് ടെയിൽ വരെ മാർക്കറ്റിനെ പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും. സോ എപ്പോഴും ഇതിനിടയിലുള്ള, ഇപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളത്, എല്ലാവരുടെ മനസ്സിൽ പോകാൻ ചാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ POC ഉണ്ട്, VA ഉണ്ട്, VH ഉണ്ട്. സാർ അത് ഒബേ ഇല്ലേ? ഉറപ്പായിട്ടും ഈ 3 കാര്യങ്ങൾ ഒബേ ചെയ്യാനുള്ള ചാൻസസ് വളരെയധികം കുറവായിരിക്കും. ബിക്കോസ് ഒരു ഇൻബാലൻസ് ഏരിയ ബാലൻസ് ചെയ്തിട്ട് അടുത്ത ഇൻബാലൻസ് ഏരിയ മാർക്കറ്റ് എപ്പോഴും എന്ത് ചെയ്യും, തേടി പോകുന്നത് സ്വാഭാവികമായിട്ട് നടക്കുന്നൊരു കാര്യമാണ്. അതിൻ്റെ ബേസിസിൽ ഇത് മോർണിംഗിൽ നടക്കുകയാണെങ്കിൽ അന്നേ ദിവസം ഈവനിങ്ങിനുള്ളിൽ മാർക്കറ്റിൽ എന്ത് സംഭവിക്കാം, ഈ പറയുന്ന ഇംബാലൻസ് ഏരിയ കവർ ചെയ്യാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലായിരിക്കും. ഏറ്റവും ലക്ഷണമൊത്ത ഒന്ന് വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 TPO ടെയിലുണ്ടെങ്കിലും അതേപോലെ നല്ലൊരു ബാലൻസ് ഏരിയ ഫോം ചെയ്യിപ്പിക്കണം, അല്ലെങ്കിൽ വാല്യൂ ഏരിയ അല്ലെങ്കിൽ ഫെയർ വാല്യൂ ഏരിയ കൂടെ ഫോം ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് ആയിരിക്കും. നമുക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇൻ ദ മണി, ഈ ഒരു ഏരിയയിലുള്ള ഇൻ ദ മണി സെല് ചെയ്തിട്ടിരിക്കാം, അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദ മണി സെല് ചെയ്തിരിക്കാം, അല്ലെങ്കിൽ ഫ്യൂച്ചർ വാങ്ങിയിട്ട് ഇതുവരെ എത്തുമെന്നുള്ളതിരിക്കാം. ബൈങ്ങിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ലോങ് ആയിട്ട് നമുക്ക് ഇൻ ദ മണിക്ക് അത് ഹോൾഡ് ചെയ്യാനുള്ള സൊല്യൂഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതിനൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കുറച്ചുകൂടെ അണ്ടർസ്റ്റാൻഡ് ചാൻസ് കൂടുതലായിരിക്കും. വിനയ്, ഇതെന്താണ്? ഈ കാണുന്ന ഏരിയ എന്താണ്? അത് ടെയിലാണ്. ടെയിലാണല്ലേ? 5 TPക്ക് മേളുണ്ടല്ലേ അല്ലയോ? ഉണ്ട്. TP അറിയാലോ, കാണുമ്പോൾ അറിയാം. ഓക്കെ, ഇതും എന്താണ് ബ്രോ? ടെയിലാണല്ലേ? ടെയിലാണ്, പക്ഷെ മോളത്തിൽ അത്ര സ്ട്രോങ് അല്ല. സ്ട്രോങ് അല്ല, ബട്ട് മോളത്തിന് അത്രയും സ്ട്രോങ് അല്ല, എന്നാലും 5 TPക്ക് മേളുണ്ടല്ലേ? ഓക്കെ, 5 TPക്ക് മേളുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ നല്ലൊരു ബാലൻസും കിട്ടിയിട്ടുണ്ടല്ലേ? ഓക്കെ, സോ ബാലൻസ് ഉണ്ട്. അപ്പോൾ ഒരു 313 പ്രൊഫൈലിന്റെ ഒരു സ്ട്രക്ചർ ആയിട്ടുണ്ടല്ലേ? ഓക്കെ, ഒരു 313യുടെ സ്ട്രക്ചർ ആയിട്ടുണ്ട്. സോ നമുക്ക് ആ ദിവസം തന്നെ ഓർഡർ ഫ്ലോയിൽ നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഓഗസ്റ്റ് 6-ാം തീയതി നമ്മൾ ഓർഡർ ഫ്ലോയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നമ്മൾ ഓർഡർ ഫ്ലോയിൽ റിജക്ഷൻ പാറ്റേൺ പഠിച്ചത് ശരിക്കും ഇവിടെ നടക്കുന്നുണ്ട്. ഓക്കെ, സോ അങ്ങനെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിനിടയിലുള്ള സിംഗിൾ പ്രിന്റ് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, വാല്യൂ ഏരിയ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, POC നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, വാല്യൂ ലോയും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. മാർക്കറ്റിൻ്റെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ ഇൻബാലൻസിൽ നിന്ന് ഈ ഇൻബാലൻസ് ഏരിയ ആയിരിക്കും അവരുടെ അടുത്ത ട്രാവൽ ആയിട്ടുള്ള ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.
ഇതൊരു 85% ഇങ്ങനെ മാർക്കറ്റിൻ്റെ അകത്ത് നടക്കും. ഓക്കെ, ഈ ഒരു സിംഗിൾ പ്രിൻ്റൂടെ ഇല്ലാണ്ടിരുന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നന്നായിരിക്കും. കാരണം അപ്പോഴേക്കും നമുക്ക് ശരിക്കും നല്ലൊരു ബാലൻസ് പ്രൊഫൈലായിട്ട് ഇത് മാറും. അതിന് വേറൊരു കണ്ടീഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്, അത് മറ്റൊരു രീതിയിൽ നമ്മൾ പഠിക്കും. ഓക്കെ, സോ എപ്പോഴും 313 പ്രൊഫൈൽ നമ്മൾ ഫോളോ അപ്പ് ചെയ്തൊരു ട്രേഡ് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം മറക്കാണ്ടിരിക്കുക എപ്പോഴും. സെക്കൻഡ് തിങ്, അത് കഴിഞ്ഞ ശേഷം ഈ ടെയിൽ ഇതിപ്പോൾ മേളിലോ എന്താ പറയുക ഇവിടെ ഓപ്പൺ ചെയ്തു, മേളിൽ ഇവിടെ പോയി റിജക്ഷൻ ചെയ്തിട്ടുണ്ടോണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് താഴോട്ട് വരുമെന്ന് പറഞ്ഞ ട്രേഡ് ഇനിഷ്യേറ്റ് ചെയ്തത്. അതേസമയം ബൈയിങ് ടെയിലാണ്, ഇതാണ് നമ്മുടെ ബൈയിങ് ടെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബൈയിങ് ടെയിലാണ് നമുക്ക് റിജക്ഷൻ കിട്ടിയിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ടാർഗറ്റ് എവിടെയായിരിക്കും വരുന്നത്? മുകളിലേക്ക്, അതായത് സെല്ലിംഗ് ടെയിലിലേക്കായിരിക്കും നമ്മുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതെ അതെ, ഇത്രയേ ഉള്ളൂ ഇതിനകത്തുള്ള കാര്യം. ഈ ടൈം വരുമ്പോൾ ഞാൻ പറഞ്ഞേ, ഒന്ന് എന്താ പറയുക, ഇവിടെയാണ് നമുക്ക് റിജക്ഷൻ കിട്ടിയത്, ഓക്കെ ഉറപ്പിക്കാം ഇവിടേക്ക് വരുമെന്നുള്ളൊരു എന്താ പറയുക ഒരു ഉറപ്പിൽ, ഒരു 85% ഉറപ്പിൽ നമുക്ക് എടുക്കാൻ പറ്റും. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ഉള്ള ഇൻ ദ മണി സെല്ല് ചെയ്യാം, അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദ മണി സെല്ല് ചെയ്യാം, നോ ഇഷ്യൂ. രണ്ട് ഫ്യൂച്ചർ നമുക്ക് ബൈ ചെയ്തിട്ട്, അല്ലെങ്കിൽ സോറി ഫ്യൂച്ചർ ഇവിടുത്തെ കേസ് കൂടെ ആണെങ്കിൽ സെല്ല് ചെയ്യുക. സെല്ല് ചെയ്തിട്ട് ഈ ഒരു ഏരിയ നമുക്ക് ടാർഗറ്റ് ആയിട്ട് വെക്കാനാണ്.